Alappuzha Gymkhana. A group of youngsters, after failing their +2 exams, aims to join a common college through sports quota. They choose boxing as their sport, but luck, they manage to survive the district level competitions. But what will happen at the higher levels? Khalid Rahman, writer Khalid Rahman, director Lukman Avran, Ganapati, Naslin, Baby Jean, great. Vishnu Vijay, composer. Jimshi Khalid റഹ്മാൻ്റെ ബ്രദർ ആയിരിക്കാം. ദെൻ നിഷാദ് യൂസഫ്, എഡിറ്റർ. സോ ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാനായിട്ട് മെഗാ സ്റ്റാറുകളുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ത്രെഡ് മതി. സോ ആ ഒരു ത്രെഡിനെ വെച്ചുകൊണ്ട് പണിയെടുത്തു കഴിഞ്ഞാൽ, അതായത് സിനിമാറ്റോഗ്രഫി, കമ്പോസർ, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റർ, ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ടീമും കൂടെ ഒന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർഡ് കോർ എഫേർട്ട് മതി, സിനിമ ഒരു പ്രേക്ഷകന് തിയേറ്ററിലിരുന്ന് അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു പേസ് ഉണ്ട്. ആ പേസിൽ നമ്മൾ ഫുള്ളി കണക്റ്റഡ് ആയിട്ടിരുന്ന സിനിമ കാണും. ഇതെൻ്റെ ഒരു പേഴ്സണൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ ഖാലിദ് റഹ്മാൻ പ്രൂവ്ഡ്, അയാളൊരു സിനിമാറ്റോഗ്രാഫറാണ്. ഇത്രയും സംഭവങ്ങൾ പെർഫെക്ഷനിൽ ചെയ്തു വെച്ചാൽ സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അത് ഇനഫാണ്. അത് ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടർ പ്രൂവ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ സ്കിൽസ് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവിയാണ്. അതായത് സ്പോർട്ടിങ് ആക്ഷനാണ്. വെറും ബോൾട്ട് ക്യാമറ വെച്ചും കയറിൽ തൂങ്ങുന്നതും പരിപാടിയല്ല. പക്ക ബോക്സിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പോർട്ടിന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ റിയൽ പഞ്ചും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് എത്രത്തോളം ഫാസ്റ്റ് ഫ്രെയിം ക്യാമറാസൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകത്തുക, അതിൻ്റെ ഒരു വിഷ്വൽ അപ്പീല് എങ്ങനെയൊക്കെ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതൊക്കെ ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടർ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊക്കെ ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഓരോ ആക്ടേഴ്സും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഗേള്, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി അത് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇവരെല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് അപ്പീൽ സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. സോ ഒരു അൾട്ടിമേറ്റ് തിയേറ്റർ വാച്ചായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്താണ് ഈ സിനിമ കണ്ടത്. ഇത്തരത്തിലുള്ള സിനിമകളാണ് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ പ്രതീക്ഷകൾ തരുന്നത്. കാരണം നല്ല കോണ്ടന്റ്, പ്രേക്ഷകനെ വളരെ കൂടുതലിട്ട് ബോറടിപ്പിക്കുന്നില്ല. ചുമ്മാ കോട്ടുമൊക്കെ വലിച്ചു കയറ്റി ഒരു കൂളിംഗ് ഗ്ലാസും ഫിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഇത് ആര് കാണാൻ? പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ജോണറും ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ ത്രൂ ഔട്ട് കണക്ട് ചെയ്തിരുത്തി കാണിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു സിനിമ ഒരു ഡയറക്ടറുടെ സിനിമയായി മാറുന്നത്. സോ ആ കാര്യത്തിൽ ഖാലിദ് റഹ്മാൻ ആയിരുന്നാലും അപ്കമിങ് ആയിട്ടുള്ള ഇത്തരം മോഡ് പിടിക്കുന്ന, വലിയ ബഡ്ജറ്റും അവർക്ക് വേണ്ട, ആ കോണ്ടന്റിനെ എങ്ങനെ സെർവ് ചെയ്യണമെന്ന് പഠിച്ച കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇനി അങ്ങനെയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. വളരെ ലോ ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് സിനിമ എടുത്തു വയ്ക്കുന്ന ഒരുപാട് മലയാളം ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ഞാൻ ഈ സിനിമയെ കാണുന്നു. അത് ഓരോരോ സീനിലും ആ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക് കൊണ്ടുള്ള എലിവേഷൻ ആയിരുന്നാലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുള്ള എലിവേഷൻ ആയിരുന്നു. അതിനകത്ത് ആലപ്പുഴ ജിംഖാന ആയതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ഒരു തനത് വള്ളംകളിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട്. അതങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ മൈന്യൂട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് പെർഫെക്ഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ റിയൽ ബ്യൂട്ടി. വിഷ്ണു വിജയുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അവിടുത്തെ കയർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ കുറേ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കോണ്ടന്റിൽ അത്രത്തോളം ആലപ്പുഴയുടെ വിഷ്വൽ ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഏരിയൽ ഷോട്ട്സ് ഒന്നും കൂടുതലെടുത്ത് കാണിക്കാനുള്ള അവസരങ്ങൾ ഈ സിനിമയ്ക്കകത്ത് അവർക്ക് കിട്ടിയില്ല. എങ്കിലും കുറച്ചൊക്കെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒപ്പി കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് സിനിമ 100% വർക്കായി. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. സോ ഇത് ഞാൻ എടുത്തു പറയുന്നത് നല്ല ഡോൾബി അറ്റ്മോസ് സൗണ്ടുള്ള, മിക്കവാറുള്ള തിയേറ്റേഴ്സൊക്കെ സൗണ്ടിങ്ങിൽ ബെറ്ററാണ്. പക്ഷേ എങ്കിലും നല്ല സൗണ്ടിങ് ഉള്ളൊരു തിയേറ്റർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഈ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഓഫായി പോകും. ഇപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.